അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഗ്രാമത്തിലെ റുക്സാനയുടെയും റഹ്മാൻ്റെയും പൊന്നുമക്കളാണ് ഹുദയും ഹാദിയും. ഈ മക്കളെ പോറ്റി വളർത്താൻ വലിയ കഷ്ടപ്പാടോടു കൂടിയുള്ള ജീവിതമാണ് ആ കുടുംബത്തിൻ്റെത്. വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബം വലിയ പ്രയാസത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് ഒരു ദിവസം ആ കുടുംബത്തിന് വാടക പോലും പൂർത്തിയായി കൊടുക്കാനുള്ള കയ്യിൽ തുകയില്ലാതിരിക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അവസാനം ആ വീടിൻ്റെ ഉടമസ്ഥൻ വാടക നൽകാത്തതിൻ്റെ പേരിൽ വീട് നാട്ടി പുറത്താക്കുന്നു. പിന്നെ അവർ ചട്ടക്കുടിയിലാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുടുംബം വലിയ പ്രയാസത്തിലായി, സങ്കടത്തിലായി. സ്വന്തമായൊരു വീടുമില്ലാതെ വലിയ പ്രയാസത്തിൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോഴും തൻ്റെ പൊന്നുമക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിപ്പിക്കണം. പണം വരും പോകും, എന്നാൽ വിദ്യാഭ്യാസം പഠിച്ചാൽ അതാരും കട്ടുകൊണ്ടു പോകൂലല്ലോ. ആ പൊന്നുമക്കളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നന്നായി അധ്വാനിച്ചു. ആ കുടുംബത്തെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പൊന്നുമക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഹുദയാണെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കിയാണ്. അങ്ങനെ പഠിച്ചു ആ മക്കൾ വളർന്നു. ഹുദക്ക് ചെറിയൊരു ജോലി കിട്ടിയെങ്കിലും വലിയൊരു ശമ്പളമില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ ചെറിയ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ പറ്റുമല്ലോ എന്നുള്ള ചെറിയൊരു ആശ്വാസമാണ്. അങ്ങനെ ഹുദയുടെ വിവാഹം പ്രായമെത്തിയ ആ പെൺകുട്ടിക്ക് പല ആലോചനകൾ വന്നാലും സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് പലരും ആ പെൺകുട്ടിയെ അവഗണിച്ചു. അവനാണെങ്കിലും സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് പല പെൺകുട്ടികളും അവനെ അവഗണിച്ചു. അങ്ങനെ അവർക്ക് നല്ലൊരു വിവാഹം ആലോചന കിട്ടാതിരിക്കുമ്പോൾ വലിയ പ്രയാസത്തിൽ ആ കുടുംബം ജീവിതം മുന്നോട്ട് നീക്കുമ്പോഴാണ് ഒരു വൃദ്ധനായ 60ഓളം വർഷം പ്രായമുള്ള ഒരു വൃദ്ധനായ ആൾ കടന്നു വരികയാണ്. അയാൾ പറഞ്ഞു, നിങ്ങളെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരികയാണെങ്കിൽ ഞാൻ അവളെ നന്നായി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു, വാപ്പ നിങ്ങളുടെ പ്രായമുള്ള ഒരാളല്ലേ, ഞാൻ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുപോകാം? ആ ഇടയ്ക്കാണ് വാപ്പാക്ക് വല്ലാത്ത രോഗിയാകുന്നത്. വാപ്പയെ ചികിത്സിക്കാൻ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആ പൊന്നുമകളുടെയും ആ കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു പണവുമില്ല. അവൾക്ക് തോന്നി, ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അയാൾ സമ്പന്നനാണ്, എൻ്റെ വാപ്പയെ രോഗത്തിൻ്റെ ചികിത്സയ്ക്കും എല്ലാത്തിനൊരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ച് ആ വിവാഹത്തിന് അവൾ സമ്മതിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരസ്പരം അവർ സംസാരിക്കുകയും ഇവളുടെ ഓരോ വാക്കുകൾ കേട്ട് അയാൾ സന്തോഷിച്ചു. നല്ല മിടുക്കിയാണ്, നല്ല സംസാരിക്കാൻ നല്ല ബുദ്ധിശേഷിയുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. നല്ലൊരു ഭർത്താവാണ്, നല്ല സ്നേഹമുള്ള ഭർത്താവാണെന്ന് തോന്നി. അങ്ങനെ അവസാനം എൻ്റെ വാപ്പാക്ക് വേണ്ടി, വാപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആ പെൺകുട്ടി ആ വിവാഹം സമ്മതിക്കുകയും അങ്ങനെ വിവാഹത്തിന് വേണ്ടി നല്ല ഒരുക്കം അവിടെ നടക്കുന്നു. സന്തോഷത്തിന് വേണ്ടി വിവാഹത്തിനെല്ലാം ഒരുങ്ങി. ആദ്യ ദിവസം ഹുദ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. വീട്ടിൽ പോകുമ്പോൾ നല്ല ആഡംബരമുള്ള വീട്, ആഡംബരമുള്ള എല്ലാ സൗകര്യങ്ങളും, കണ്ണിങ്ങനെ തിളങ്ങുന്ന ഒരുപാട് സൗകര്യങ്ങളുള്ള മനോഹരമായ വീടാണ്. അങ്ങനെ കടന്നു ചെന്നു തൻ്റെ മണിയറയിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഇവളുടെ പരിഭ്രാന്തം കൃത്യമായി ഭർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. ചെറിയൊരു ഭയമുണ്ട്. ആദ്യമായി ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പുരുഷനുമായി ഒരു ബന്ധമില്ലാതെ ആദ്യമായി ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം അത് ഏതൊരു പെൺകുട്ടിക്കും വലിയ സങ്കടമുണ്ടാക്കും. ആ പെൺകുട്ടി വലിയ സങ്കടത്തോടു കൂടിയിരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന ഭർത്താവ് പറഞ്ഞു, പേടിക്കേണ്ടതൊന്നുമില്ല, ഇത് നിൻ്റെ വീടാണ്, നിൻ്റെ സ്വന്തം വീടാണ്, നീ പറഞ്ഞതുപോലെയാണ് ഇവിടേക്കും, ഒന്നും വിഷമിക്കേണ്ടതില്ല, ഞാൻ കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അയാൾ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുളിക്കാൻ പോയ മനുഷ്യന് തിരിച്ചു വരുന്നേയില്ല. അങ്ങനെ അവസാനം കതക് മുട്ടി ഇങ്ങനെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ മനോഹരമായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്. അവൾ ചോദിച്ചു, അപ്പോൾ കുളിക്കാൻ പോയ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇവിടെ? അപ്പോൾ പറഞ്ഞു, നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ തന്നെയാണ്. നിങ്ങളല്ലല്ലോ, വൃദ്ധനായ ആളല്ലേ, ഞാൻ വൃദ്ധ കോല ധരിച്ചതാണ്, ഞാൻ യഥാർത്ഥത്തിൽ നിൻ്റെ ഭർത്താവ് തന്നെയാണ്. ഇങ്ങനെ ഒരു നാടകീയം കളിക്കാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഏത് ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, അതാണ് ദാമ്പത്യ ജീവിതം. ഈ ചെറിയ ഒരു കഥ കേട്ടപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദാമ്പത്യ ജീവിതത്തിൽ പ്രായമോ ഒന്നുമല്ല, പണമോ സമ്പത്തും ഒന്നുമല്ല. ഏറ്റവും വലിയ ജീവിതമെന്ന് പറയുന്നത് സമർപ്പണമാണ് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.